കൊളോസ്ട്രം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന മിൽക്കാണ്. ഇത് കുഞ്ഞിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആൻറ്റിബോഡീസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതുകൊണ്ട് കുഞ്ഞിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊളോസ്ട്രം കൊടുത്തിരിക്കണം. കുഞ്ഞ് ജനിച്ച് 2-3 ദിവസമാണ് ഈ കൊളോസ്ട്രം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ മിൽക്കായിരിക്കും വരുന്നത്. ഈ കൊളോസ്ട്രം എന്ന് പറയുന്ന മിൽക്കിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് വയറ്റിൽ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല. ഇതിന് ലാക്സേറ്റീവ്സ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ മോഷൻ നന്നായിട്ട് പോകും. അതുപോലെ തന്നെ ഇത് കുടിക്കുമ്പോഴുള്ള ഗുണം, കുഞ്ഞിൻ്റെ എക്സസൈറ്റുള്ള ബിലിറുബിൻ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോകും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കൊളോസ്ട്രം എന്ന് പറയുന്ന മിൽക്കിന്. കൊളോസ്ട്രം മിൽക്കിൽ ലാക്ടോസിൻ്റെ അളവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് പെട്ടെന്ന് അലർജി ഉണ്ടാകത്തില്ല. ഇതിൽ മഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയുള്ള കണ്ടൻസ് കൂടുതലായതുകൊണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, കുഞ്ഞിൻ്റെ ബോണിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ സഹായിക്കുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് പാല് കുറവുള്ള അമ്മമാർ പോലും നിർബന്ധമായിട്ടും ആദ്യത്തെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഈ കൊളോസ്ട്രം കുഞ്ഞിന് ഫീഡ് ചെയ്തിരിക്കണം.